അമേരിക്കയടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കുവാനുള്ള വിമതരുടെ ശ്രമം വിജയത്തിലേക്ക്. ഭരണം പിടിച്ചെടുത്തതോടെ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിനെ ഭീകരവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാൻ അമേരിക്കയും യുഎന്നുമടക്കം നീക്കം തുടങ്ങിയതായും വിവരങ്ങൾ പുറത്തുവന്നു. അൽ-ഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ പണ്ട് അമേരിക്ക തന്നെ ഭീകരരായി പ്രഖ്യാപിച്ച സംഘടനയാണ് HTS. HTSന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഇറാഖിൽ അൽ-ഖ്വയ്ദയ്ക്കു വേണ്ടി പ്രവർത്തിച്ചതും ജുലാനിയുടെ തലയ്ക്ക് $10 കോടി വിലയിട്ടതും തൽക്കാലം മറക്കുവാനാണ് അമേരിക്കയുടെ തീരുമാനം. HTSുമായി ചർച്ച നടത്തുവാൻ അമേരിക്കയ്ക്ക് നിരവധി വഴികളുണ്ടെന്ന് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞിരുന്നു. ഇത് തന്നെ സഹകരണത്തിനുള്ള വലിയ ഉദാഹരണമായാണ് ലോകം വിലയിരുത്തുന്നത്. പുതിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടപെടൽ നടത്തുവാൻ HTSുമായുള്ള ബന്ധത്തിലൂടെ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് HTSനെ ഭീകരപട്ടികയിൽ നിന്നും ഒഴിവാക്കുവാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയതെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സിറിയയിലെ പട്ടാളത്തിന്റെ ആയുധശേഖരം നിർവീര്യമാക്കുവാനായി ആയുധ ഡിപ്പോകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. 3 ദിവസത്തിനിടെ 500-ലേറെ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തുന്നത് തടയുവാനാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്നാണ് വിശദീകരണം. ആഭ്യന്തര യുദ്ധത്തിൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു റഷ്യ. 50 വർഷത്തിലേറെയായി സിറിയ ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭരണം നിലനിർത്തുവാൻ അവർ കൈയയച്ച് സഹായിച്ചിരുന്നു. ഇതിനിടെ ബാഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചിരുന്നു. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് 41-കാരനായ അൽ ബഷീറിനെ. എഞ്ചിനീയറായ ഇദ്ദേഹത്തിന് ഇഡ്ലിബ് സർവകലാശാലയിൽ നിന്ന് ശരീഅത്ത് നിയമത്തിൽ ബിരുദമുണ്ട്. 2025 മാർച്ച് 1 വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി. അതിനിടെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സിറിയയിൽ 480ഓളം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം ആരംഭിച്ചത്.